ഇതെന്താ ഇത്? എന്ത്? അല്ല, സാധാരണ ഞാനൊരു കട്ടൻ ചോദിച്ചാൽ പോലും നീ എനിക്ക് തരാറില്ലല്ലോ. ഇതിപ്പോ ഇന്ന് നിനക്ക് എന്തു പറ്റിയതാ? അങ്ങോട്ട് കുടിക്കും മനുഷ്യ. ഓ ആയിക്കോട്ടെ. ജാനകി വിളിച്ചിരുന്നു. ജാനകി എന്ന് പറയുമ്പോ? ഓ, നമ്മുടെ കുമാറിന്റെ അമ്മ. ആ, എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും മനുഷ്യ. ഓ ശരി, ചോദിച്ചു. എന്തിനാ വിളിച്ചത്? അതെ, ദൈവം നമ്മുടെ കൂടെയാ. അവർക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം നടത്തണമെന്നാ അവർക്ക്. അതൊരു കണക്കിന് നന്നായി. നമ്മുടെ സൗകര്യം പോലെ ഒരു തീയതി തീരുമാനിക്കാനാ ജാനകി പറഞ്ഞേക്കുന്നേ. നമ്മൾ തീരുമാനിക്കുന്ന തീയതിയിലെ കല്യാണം നടത്താൻ അവര് തയ്യാറാ. കുടുംബം രക്ഷപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് എന്താ മനുഷ്യ നിങ്ങളുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തേ? സുധേ, കുമാറിന്റെ വീട്ടുകാര് പെണ്ണ് കാണാൻ വരുമെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ മോള് ഒരേ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. അതെന്താന്ന് സുധ മറന്നിട്ടില്ലല്ലോ. മാളുവിന്റെ ആ ആവശ്യം നടത്തി കൊടുക്കാൻ പറ്റുമെന്ന് സുധയ്ക്ക് ഉറപ്പുണ്ടോ? മാളു നമ്മളോട് ഇന്നേ വരെ വേറെ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ സുധേ? ഒരു പുതിയ ഡ്രസ്സ് വേണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ടോ? ഒരു തരി സ്വർണം വേണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടോ? മറ്റു കുട്ടികൾ ചോദിക്കുന്ന പോലെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി നമ്മുടെ മോള് വാശി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവൾ ആകെ നമ്മളോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്, അവക്ക് പഠിക്കണം. അതുപോലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അവളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത് സുധേ? വീണ്ടും അങ്ങനെ പഴയ പല്ലവി. എന്റെ മനുഷ്യ, മാളുവിനെ പഠിപ്പിക്കാവുന്ന ആ കുമാർ സമ്മതിച്ചല്ലോ, പിന്നെന്താ? കുമാർ സമ്മതിച്ചു. പക്ഷെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കുമാറിന്റെ അച്ഛൻ എങ്ങനെയാ പ്രതികരിച്ചെന്ന് സുധ മറന്നിട്ടില്ലല്ലോ. അല്ല, നിങ്ങൾ എന്തോ പറഞ്ഞു വരുന്നേ? ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീടിന്റെ പേരിൽ കോഓപ്പറേറ്റീവ് ബാങ്കിലുള്ള ലോണിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? എത്ര അടവാ മുടങ്ങിക്കിടക്കുന്നതെന്ന് അറിയാവോ?